എങ്ങനെ സമ്പത്ത് നിരന്തരം നമ്മളിലേക്ക് ഒഴുകുന്ന ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ ഒരു മണി ചാനൽ ക്രിയേറ്റ് ചെയ്യാം. നമസ്കാരം, രാകേഷ് ദ കൺസൾട്ടന്റ്. ഒരു ഇൻകം പൈപ്പ് ലൈൻ അല്ലെങ്കിൽ ബിൽഡ് യുവർ ഓൺ പൈപ്പ് ലൈൻ എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? കുറച്ച് കാലം വർക്ക് ചെയ്യുക, അതിനുശേഷം മിണ്ടാതിരിക്കുക. ഇത് ആഗ്രഹിക്കുന്ന എത്ര വ്യക്തികളുണ്ട്? തീർച്ചയായും നമ്മളെല്ലാവരും അത്തരത്തിലുള്ള ഒരു സ്വപ്നം പേറി നടക്കുന്ന വ്യക്തികളാണ്. ദീർഘകാലം വർക്ക് ചെയ്യാൻ ഇന്ന് പ്രത്യേകിച്ചും ഞാൻ അടങ്ങുന്ന ഒരു സമൂഹമോ തലമുറയോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന്. രണ്ട്, ഏർലി റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നവരാണ് ഇന്നത്തെ അധിക വ്യക്തികളും. ഏർലി റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാനോ പണി ചെയ്ത് നിർത്താനോ അല്ല, പണത്തിന് വേണ്ടി വളരെ കുറച്ചു കാലം മാത്രം പണിയെടുക്കുകയും അതിനുശേഷം നമ്മളുടെ ആവശ്യങ്ങൾക്കോ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുന്നതിനോ ഉള്ള പണം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു സെറ്റപ്പിലേക്ക് എത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയും? ബിൽഡിംഗ് യുവർ പൈപ്പ് ലൈൻ എന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റോറി അത് തന്നെ പറഞ്ഞു തുടങ്ങാം. ഒരു ഗ്രാമത്തിലെ രണ്ട് വ്യക്തികൾ, രണ്ടുപേരും വെള്ളം കിണറ്റിൽ നിന്നോ അല്ലെങ്കിൽ കുളത്തിൽ നിന്നോ സ്വയം ചുമന്ന് കൊണ്ടുവന്ന വ്യക്തികളാണ് പാടത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി. അതിലൊരാൾ ഉച്ചവരെ പണിയെടുത്തു, ഈ വെള്ളം കൊണ്ടുവന്നു നനച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ആ കുളത്തിൽ നിന്നും പാടത്തിലേക്കുള്ള ഒരു പൈപ്പ് ലൈൻ നിർമ്മിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ അയാൾ എന്ത് ചെയ്തു? കൃത്യമായി അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കൊണ്ടുവന്നു നനച്ചു. പക്ഷെ കാലക്രമേണ ആ ആദ്യത്തെ വ്യക്തിയുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. ഇടപെടുന്ന സമയം കുറഞ്ഞു, സമൂഹത്തിൽ ഇടപെടുന്ന സമയം കുറഞ്ഞു. കൃഷിയിലെ വിളവ്, ഇയാളുടെ ആരോഗ്യം നശിക്കുന്നതിനനുസരിച്ച് കൃഷിയിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല, വേണ്ടത്ര കൃഷിയുമായി വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയോ ജീവിതത്തിലെ വളരെ കുറച്ചു കാലം മാത്രം ഈ വെള്ളം ചുമന്നു നടക്കുകയും അതിനുശേഷം വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് പാടത്തിലേക്ക് തൻ്റെ കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്ത ആള് ക്രമേണ ആ നാട്ടിലുള്ള എല്ലാ കൃഷിക്കാർക്കും വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയറായി മാറി. കാരണം അവൻ്റെ വെള്ളവുമായി സ്രോതസ്സുമായി അവൻ്റെ പൈപ്പ് ലൈൻ കണക്റ്റഡ് ആണ്. ടാപ്പ് തുറന്നാൽ വെള്ളം വരും. പക്ഷെ ഈ ഒരു ടാപ്പ് നിർമ്മിക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഞാനുമായി നിങ്ങളും എല്ലാം ആയിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കുന്ന ഈ പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈൻ നിർമ്മിക്കുന്ന ആ പ്രോസസ്സിന് ആ സമയത്ത് നിരവധി വിമർശനങ്ങൾക്കും ആക്രമണങ്ങൾക്കും നമ്മൾ വിധേയരാകും എന്നുള്ളതാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ സ്രോതസ്സുമായി കണക്ട് ചെയ്യാം, നിരന്തരം വർക്ക് ചെയ്യുന്ന ഒരു പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാം, എങ്ങനെ സമ്പത്ത് നിരന്തരം നമ്മളിലേക്ക് ഒഴുകുന്ന ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ ഒരു മണി ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ നമ്മുടെ എ എന്ന വ്യക്തി ആയ സമൂഹവും ഫാമിലിയും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഇതെല്ലാം ശരി, ദിവസവും പണിക്ക് പോ, ദിവസം വൈകുന്നേരം നിനക്ക് സാലറി കിട്ടും, ദിവസം പണിക്ക് പോ, മാസം ഒരു ദിവസം നിനക്ക് സാലറി കിട്ടും എന്ന്. യഥാർത്ഥത്തിൽ 30 ദിവസം വർക്ക് ചെയ്തതിന് ശേഷം ആ 30 ദിവസത്തെയും റിവാർഡായി ഒരൊറ്റ ദിവസം മാത്രം നമുക്ക് പേയ്മെന്റ് ലഭിച്ചാൽ മതിയോ? ദിവസവും പേയ്മെന്റ് ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. നമ്മുടെ ടൈമിനെ ലിവറേജ് ചെയ്യാൻ നമുക്ക് കഴിയണോ? നമ്മുടെ പെർ അവർ ഇൻകത്തിന് കൂട്ടാൻ കഴിയണോ? നമ്മുടെ മണിക്കൂറിൻ്റെ, നമ്മുടെ സമയത്തിൻ്റെ, നമ്മുടെ ഒരു മിനിറ്റിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടാൻ കഴിയണം. ഇതിനെല്ലാം വേണ്ടത് ഈ പൈപ്പ് ലൈൻ
നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് സമൂഹത്തിലെ ഉയർന്ന വ്യക്തികൾ ആരുമായിക്കോട്ടെ, എത്ര അറിവുള്ളവരായിക്കോട്ടെ, സമ്പത്തുള്ളവരായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അവർ ഇത്തരത്തിലുള്ള അവരുടെ മേഖലയിൽ എക്സലൻ്റ് ആവാനുള്ള ഇത്തരത്തിലുള്ള ഒരു പൈപ്പ് ലൈൻ ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞ വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവർക്ക് സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ലഭിക്കുന്ന ഈ പരിഗണനയും പവറും. അതുകൊണ്ട് നമുക്ക് നിർമ്മിക്കാം നമ്മളുടെ വെൽത്ത് പൈപ്പ് ലൈൻ. പണം നമ്മളിലേക്ക് ഒഴുകുന്ന ഒരു പൈപ്പ് ലൈൻ നിർമ്മിക്കാം. എങ്ങനെ? അതിനാണ് ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആവുക എന്ന് ചെയ്യേണ്ടത്, ഒരു ബിസിനസ്സുകാരനാവുക എന്ന് ചെയ്യേണ്ടത്, ഒരു മൾട്ടി ബിസിനസ്മാനായി മാറാൻ കഴിയുമെങ്കിൽ അതാവുക എന്നുള്ളത്. പലപ്പോഴും പലതരത്തിലുള്ള പണം നമുക്ക് ആവശ്യമുണ്ട്. പലതരത്തിലുള്ള പണം എന്നുകൊണ്ട് പണത്തിന്റെ വിവിധ രൂപങ്ങളല്ല, മണി നൗ, മണി ലേറ്റർ, മണി ഫ്യൂച്ചർ, ഈ തരത്തിലുള്ള 3 തരത്തിലുള്ള പണവും നമുക്ക് വേണം. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് അവിടെ പ്രസക്തമാണ്. എങ്ങനെ ഞാൻ ഈ 3 തരത്തിലുള്ള പണത്തിലേക്ക് എത്തിച്ചേർന്നു? എനിക്ക് എൻ്റെ സ്കില്ലുകൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ മണി നൗവിന് വേണ്ടി വർക്ക് ചെയ്തു. ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഈ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിജിറ്റൽ സ്കില്ലുകളും ഉപയോഗിച്ച് അന്നന്നേക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതാത് ദിവസം എനിക്ക് അതിനുള്ള പേയ്മെൻറ്റുകൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഇവിടെ ഞാൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻകം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പൊസിഷൻ മാറ്റി ഞാൻ എന്നെ വേറൊരു തലത്തിലേക്ക് പ്ലേസ് ചെയ്തു ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആയപ്പോൾ അവിടെ ലഭിക്കുന്ന ഇൻകം സ്ട്രീമുകളെ കുറിച്ച് ഞാൻ പഠിച്ചു. എൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിച്ചു. എങ്ങനെ ചെയ്യണം, എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായി എൻ്റെ മെൻറ്റേഴ്സിനോട് സംസാരിച്ചു. മികച്ച മെൻറ്റേഴ്സിനെ നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ മണി നൗവിലേക്ക് എത്തിച്ചേർന്നു? ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുമ്പോൾ ഇന്ന് വർക്ക് ചെയ്ത ഒരു സ്കീമിൽ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു, ഇന്ന് പണം ലഭിക്കുന്നു. നാളെയും വർക്ക് ചെയ്യുന്നു, നാളെയും അതേപോലെ പണം ലഭിക്കുന്നു. അതാത് ദിവസം ചെയ്യുന്ന എല്ലാ ബിസിനസ്സിനും അതാത് ദിവസം നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. അത് മണി നൗവാണ്. അതേസമയം ഇന്ന് ചെയ്ത ബിസിനസ്സിന് അടുത്ത മാസം റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ പോലുള്ള ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് അടുത്ത മാസവും കമ്മീഷൻ ലഭിക്കുന്നു. ഒരു ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് ആയിക്കോട്ടെ, LICയോ DICയോ ഏത് ഇൻഷുറൻസ് ഏജൻസോ ആയിക്കോട്ടെ, ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്? മണി നൗ ചെയ്യുന്നുണ്ട്, മണി ലേറ്റർ ചെയ്യുന്നുണ്ട്, മണി ഫ്യൂച്ചർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി ജനറേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഞാൻ ഇന്ന് സ്വീകരിച്ചു, ഞാനത് കൊടുത്തു. മന്ത്ലി റെഗുലർ റീപേയ്മെൻറ്റ് വരുന്ന ഒരു സ്കീം എന്നിലൂടെ ചെയ്യപ്പെട്ടു എന്ന് കരുതുക. മണി നൗവാണത്, മണി ലേറ്ററാണത്. കാരണം പണി കഴിഞ്ഞ് നമ്മൾ ചെയ്ത് അപ്പം തന്നെ അതിനൊരു പണം കിട്ടി. ഇനി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും അടുത്ത മാസം തൊട്ട് ഇത്ര കാലം ചെയ്തതിൻ്റെ, ഇന്ന് വരെ ചെയ്തതിൻ്റെ മണി, കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാളെയും വന്നുകൊണ്ടിരിക്കും. ഇനി എന്താണ് മണി ഫ്യൂച്ചർ? ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഒരുപാട് പേരുടെ ലൈഫിലേക്ക്, അവരുടെ ഫിനാൻഷ്യൽ ഗോൾസിലേക്ക് എത്തിച്ചേരാൻ നമ്മളുടെ ഹെൽപ്പ് കൊടുക്കുന്നു, നമ്മളുടെ എക്സ്പീരിയൻസ് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, കൂടുതൽ വ്യക്തികളെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ മണി ഫ്യൂച്ചറുമാകും. കാരണം നമ്മളില്ലെങ്കിലും അവിടെ വലിയൊരു ബിസിനസ് നടക്കുന്ന രീതിയിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്തെടുക്കാൻ അവന് സാധിക്കുന്നു. ഇതാണ് മണി ഫ്യൂച്ചർ.
ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്ന കോൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആസ് എ ഡിജിറ്റൽ കോച്ച് എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, മണി നൗ ഞാൻ അച്ചീവ് ചെയ്യുന്നു, മണി ഫ്യൂച്ചർ ഞാൻ അച്ചീവ് ചെയ്യുന്നു, മണി ലേറ്റർ ഞാൻ അച്ചീവ് ചെയ്യുന്നു. കാരണം എൻ്റെ ലിവറേജ് കപ്പാസിറ്റി, എൻ്റെ കോഴ്സുകളായിക്കോട്ടെ, ഞാൻ ഇനി നാളെ ഇറക്കുന്ന കോഴ്സുകളായിക്കോട്ടെ, ഇനി അതിനുശേഷം ഞാൻ വിൽക്കുന്ന ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് ഫീസുകളായിക്കോട്ടെ, ഹൈ ടിക്കറ്റ് കാര്യങ്ങളായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും ഒരു പൈപ്പ് ലൈനിലൂടെ ആണ് ഇതിനെ കടത്തിവിടുന്നത്, അങ്ങനെയാണ് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും മണി നൗവും മണി ഫ്യൂച്ചറും മണി ലേറ്ററും ഒക്കെ ലഭിക്കുന്ന അവസരമാണ് നിങ്ങൾക്കുമായി പങ്കുവെക്കാനുള്ളത്. അത്തരം അവസരം എന്ത് എന്നൊക്കെ കൃത്യമായി അറിയാനും എങ്ങനെ നേടാമെന്നുള്ളതിനുമൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വെബിനാറുകളിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേടിയെടുക്കാൻ കഴിയട്ടെ. രാകേഷ്, ദ കൺസൾട്ടന്റ്.